السلام عليكم ورحمة الله وبركاته. الحمد لله الواحد الذي لم يلد ولم يولد ولم يكن له كفوا أحد. الصلاة والسلام على خاتم الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وصحبه أجمعين أما بعد. നഹ്വിൽ നമുക്ക് ഇനി എടുക്കാനുള്ളത് അൽ അദദു വൽ മഅദൂദ് എന്ന് പറയുന്ന അധ്യായമാണ്. എണ്ണവും എണ്ണപ്പെടുന്ന വസ്തുവും. ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് 1, 2 എന്ന് പറയുന്ന രണ്ട് സംഖ്യകളെ കുറിച്ച് മാത്രമാണ്. 1, 2 അൽ വാഹിദു വൽ ഇസ്നാനി. ഹുക്കുമുൽ അദദി, ഈ രണ്ട് സംഖ്യകളുടെ ഹുക്കുമു പറയാൻ പോവുകയാണ്. അൽ വാഹിദു വൽ ഇസ്നാനി യുവാഫിഖാനിൽ മഅദൂദ ഫിത് തദ്കീരി വത്തഅനീസി. ഈ രണ്ട് സംഖ്യകൾ യോജിച്ച് മഅദൂദിനോട് യോജിച്ച് വരും. ഫിത് തദ്കീരി വത്തഅനീസി, ലിംഗത്തിൽ സ്ത്രീലിംഗാണെങ്കിൽ സ്ത്രീലിംഗം, പുല്ലിംഗാണെങ്കിൽ പുല്ലിംഗം യോജിച്ച് വരണം. വയുറബാനി നഅത്തൻ ലഹു, പിന്നെ അതിന് ഇറാബ് പറയപ്പെടും നഅത്തായിക്കൊണ്ട്. റജുലുൻ വാഹിദുൻ, വാഹിദ് എന്നുള്ളത് നഅത്തായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നഅത്തല്ലാണ്ടും വരും, അതുകൊണ്ടാണ് അത് പ്രത്യേകം അവിടെ പറയുന്നത്. ഇംറഅത്തുൻ വാഹിദത്തുൻ, റജുലാനി ഇസ്നാനി, ഇതൊക്കെ നഅത്താണ്. അക്കങ്ങളൊക്കെ വന്നിട്ടുള്ളത് നഅത്താണ്. ഇംറഅത്താനി ഇസ്നത്താനി, അപ്പൊ വാഹിദ്, വാഹിദത്ത്, ഇസ്നാനി, ഇസ്നത്താനി, ഇതൊക്കെ നഅത്തായിട്ടാണ് വന്നിട്ടുള്ളത്. അഥവാ നഅത്തായിട്ട് വരും എന്ന് പറയുമ്പോൾ മനൂത്തിന് ശേഷമായിരിക്കും. അപ്പോ എണ്ണപ്പെടുന്ന വസ്തു മുമ്പിലുണ്ടാകും, എണ്ണുന്ന എണ്ണം പിന്നിലായിരിക്കും ഉണ്ടാകുക എന്നതിൻ്റെ അർത്ഥം. ഇത് 1, 2 മാത്രമുള്ള നിയമമാണ്. 3, 4, 5 അതിലൊക്കെ കയറുമ്പോൾ നിയമം മാറും. അതുകൊണ്ടാണ് പ്രത്യേകം പറയണത് നഅത്തൻ ലഹു, നഅത്തായിട്ട് ഇറാബ്, യുറബു, യുറബാനി, ഇറാബ് പറയപ്പെടണം എന്ന്. ഇനി ഹുക്കുമുൽ മഅദൂദി, ഇനി മഅദൂദിന് ചില ഹുക്കുമുകളുണ്ട്. യകൂനുൽ മഅദൂദു ഖബ്ലഹുമ, എണ്ണം വരേണ്ടത്, എണ്ണപ്പെടുന്ന വസ്തു വരേണ്ടത് മുമ്പിലാണ്. യകൂനു അൽ മഅദൂദു, മഅദൂദ് ആകും, ഖബ്ലഹുമ, അവ രണ്ടിൻ്റെയും മുമ്പിൽ. വാഹിദ്, ഇസ്നാനി, അതിൻ്റെ മുമ്പിലായിരിക്കണം എണ്ണപ്പെടുന്ന വസ്തു വരേണ്ടത്. ഈ 3, 4, 5 കയറിക്കഴിഞ്ഞാൽ മുമ്പിൽ വരുന്ന സ്വഭാവമില്ല, അത് ശേഷമേ വരുള്ളൂ. അതാണ് ആ പ്രത്യേകം മുമ്പിലാണ് വരേണ്ടത്. ഇത് രണ്ടെണ്ണത്തിൻ്റെയും മുമ്പിലാണ് വരുന്നത്. വയുറബു ഹസബ മൗഖിഹി മിനൽ ഇറാബ്, അതിനുശേഷം ഇറാബിൻ്റെ സ്ഥാനമനുസരിച്ച്, അത് വന്ന് വീഴുന്ന സ്ഥാനമനുസരിച്ച് അതിന് ഇറാബ് പറയുകയും വേണം. റഫ് ആണെങ്കിൽ റഫ്, നസ്ബ് ആണെങ്കിൽ നസ്ബ്, ജർ ആണെങ്കിൽ ജർ. റജുലുൻ വാഹിദുൻ, ഇംറഅത്തുൻ വാഹിദത്തുൻ, റജുലാനി ഇസ്നാനി, ഇംറഅത്താനി ഇസ്നത്താനി. ഇനി നസ്ബ് ആകുമ്പോഴോ, ലറബ്തു, ഞാൻ അടിച്ചു, റജുലൻ വാഹിദൻ, ലറബ്തു, ലറബ്തു ഇംറഅത്തൻ വാഹിദത്തൻ, ലറബ്തു റജുലൈനി ഇസ്നൈനി, ഇസ്നൈനി നസ്ബ് ചെയ്തു. ഇസ്നാനി, ഇസ്നത്താനി നസ്ബ് ചെയ്യുന്നത് യൗമലായിരിക്കും. ലറബ്തു റജുലൈനി ഇസ്നൈനി, ലറബ്തു ഇംറഅത്തൈനി, ലറബ്തു ഇംറഅത്തൈനി ഇസ്നത്തൈനി. ഇനി ജർ, അൽ ജറു, ജർ ചെയ്യുന്ന ഭാഗത്തും അതിനനുസരിച്ച് ഇറാബ് പറയപ്പെടണം, നാത്താക്കി ഇറാബ് പറയപ്പെടണം. നളർത്തു,
ഇലാ റജുലിൻ വാഹിദിൻ, റജുലിൻ എന്ന് വന്നപ്പോൾ വാഹിദിൻ. നളർത്തു ഇലംറഅത്തിൻ വാഹിദത്തിൻ, നളർത്തു ഇലാ റജുലൈനി സിനൈനി, നളർത്തു ഇലംറഅത്തൈനി സിനത്തൈനി. അങ്ങനെ ഇറാബ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് 3, 4, 10 വരെയുള്ള ഭാഗങ്ങൾ ഇനി അടുത്ത ക്ലാസ്സിലായിരിക്കും നമ്മൾ പറയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.